വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി ഡെയിൻറ്റി ജ്വല്ലറീസിന്റെ വീഡിയോ ആട്ടോ. ഡെയിൻറ്റി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ തന്നെ അർത്ഥം വരുന്നത് മിനിമൽ എന്നാണ്. അതായത് മിനിമൽ ജ്വല്ലറീസ് നമ്മുടെ നാട്ടിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് വെസ്റ്റേൺ വെയർസിന്റെ കൂടെ ഓർണമെന്റ്സ് ചേരില്ല എന്നുള്ളത്. പക്ഷെങ്കിൽ വെസ്റ്റേൺ ഡ്രസ്സസിനെ ആണെങ്കിലും, അതായത് ബേസിക്കലി സ്പീക്ക് ഇപ്പോൾ ജീൻസിനെയും ടോപ്പിനെ ആണെങ്കിലും നല്ല രീതിയിൽ ഒന്ന് ഒന്ന് എൻഹാൻസ് ചെയ്യണമെങ്കിൽ ഓർണമെന്റ്സിന് നല്ല പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാട്ടോ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിനെയാണ് ഡെയിൻറ്റി ജ്വല്ലറീസ് എന്ന് പറയുക. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ ഒത്തിരി ആൾക്കാർ ഈ സാധനമൊക്കെ ഉപയോഗിച്ച് ഞാൻ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ട് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാട്ടോ. അതിൽ 2-3 പ്രൊഡക്ട്സ് മാത്രം ഞാൻ നമ്മുടെ നാട്ടിലുള്ള സാധാരണ കടകളിൽ നിന്ന് വാങ്ങിച്ചാണ്, ബാക്കി മീഷോയിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പം ഞാൻ സ്വന്തമായിട്ട് ഇത് സ്പോൺസേഡ് വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ നോക്കിയെടുത്ത് വാങ്ങിച്ച സാധനങ്ങളാട്ടോ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് വർഷ. ഒട്ടും സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാലയാട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ചങ്ങല പോലെ തോന്നുമായിരിക്കും, അതാരും പറയണ്ട, ഇതൊക്കെ ഇപ്പോഴത്തെ ഫാഷനാണ്. ഇതിട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസാട്ടോ. ഇതിന് ഭയങ്കര മെലിഞ്ഞിട്ടുള്ളതും തടിച്ചിട്ടുള്ളതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കിതാട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതും ഗോൾഡൻ കളറാണ് എനിക്കിതിൽ കുറച്ചുകൂടെ നന്നായിട്ട് തോന്നി. ഇതിൻ്റെ സിൽവർ കളർ ഉണ്ട് കേട്ടോ, കാരണം ഞാൻ ആ പ്രൊവൈഡ് ചെയ്യുന്ന ലിങ്കിൽ അല്ലെങ്കിൽ കോഡാണ് മീഷോയിലുള്ളത്. ആ കോഡ് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സിൽവറും കാണാൻ പറ്റും. പക്ഷേ എനിക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ കൂടുതൽ മാച്ച് ചെയ്യുന്നത് ഈ കളറായിട്ടാട്ടോ തോന്നിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ജ്വല്ലറി. ഇതിൻ്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ പ്രൈസ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇതാണ് അടുത്ത ജ്വല്ലറി. അത് ഞാൻ ഊരി കാണിക്കുന്നുണ്ട്, വൃത്തിയായിട്ട് കാണാവുന്ന പോലെ ഇരിക്കുന്നുണ്ട്. ഇതുണ്ടോ? ഇതിട്ടുകൊണ്ട് വന്നപ്പോൾ ബിഗ് ബോസ് ആണോ എന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചായിരുന്നു എന്നോട്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു ഇവിളായി വന്നിട്ട് ഒരു ചുമ്മാ ഇവിളായി കണ്ണുപോലെ ബിഗ് ബോസ് പോലെ ഉണ്ടല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ളൊരു മാലയാട്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. അതായത് ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ എന്തായാലും ആൾക്കാർ ശ്രദ്ധിക്കും, അത് മാത്രം മതി കഴുത്തി, ആൾക്കാർ ഉറപ്പിച്ച് ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനത്തെ അടുത്ത പ്രൊഡക്റ്റാണിത്. ഇത് 3ാമത്തെ പ്രൊഡക്റ്റ് ആട്ടോ. ഇതിങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല, കാരണം ഞാനിതിങ്ങനെ പിന്നെ ഊരാതെ വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൾട്ടി ലെയർ ചെയിനാണ്. ഇത് പല മാലയല്ല, ഒറ്റ മാലയാണ്. പക്ഷെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കെട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇത് കാണാൻ ഭയങ്കര രസമാണ്, പക്ഷേ ഇത് നമ്മളിങ്ങനെ തന്നെ ആ കവറിൽ തന്നെ ഇട്ട് വെച്ചില്ലെങ്കിൽ അത് കെട്ടി വീഴും. അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടുള്ള വീഡിയോസ് അതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് സംഗതി. നമ്മുടെ അടുത്തത് 2 ഇയറിങ്സ് ആട്ടോ. ഇത് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതൊരു കളറിലുള്ള ഒരു ഹൂപ്സ് ആണ്, ഒരു നോർമൽ മീഡിയം സൈസിലുള്ള ഒരു ഹൂപ്സ് ആണ്. ഇത് അതിൻ്റെ തന്നെ ഒരു സിൽവർ അല്ലെങ്കിൽ ബ്ലാക്ക് മെറ്റൽ എന്ന് പറയാം. അതായത് ഭയങ്കര ബ്ലാക്ക് മെറ്റൽ ആട്ടോ, അതായത് ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു ഹൂപ്സും ആട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 എണ്ണമാണ്. ഇത് ഭയങ്കര വലിയ വിലയൊന്നുമില്ല. ഇത് ഞാൻ 15 റുപ്പീസിനാണ് വാങ്ങിച്ചെന്ന് തോന്നുന്നു. അടുത്ത വാങ്ങിയപ്പോൾ 30 റുപ്പീസ് ആയെന്ന് തോന്നുന്നു കേട്ടോ. ബ്ലാക്ക് മെറ്റലിന് ഇതിന് 15 റുപ്പീസേ ഉള്ളായിരുന്നു. കോട്ടയത്തുള്ള കല്ലറയ്ക്കൽ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മിക്കവാറും ഒക്കെ ഇടാറുള്ള സാധനങ്ങളാട്ടോ. ഈ കാണിക്കുന്നതിൽ ഏറ്റവും പഴക്കമുള്ള സാധനം ഇത്. ഞാൻ അതുകൊണ്ട് അടുത്ത് കാണിക്കത്തില്ല, ഒരു 10 വർഷത്തോളം ഇതിന് എന്തായാലും പഴക്കമുണ്ട്. ഒരു അടിപൊളി ഹൂപ്സ് ആട്ടോ. കുറച്ചിങ്ങനെ തടിച്ചിട്ട് വരുന്നതുണ്ടോ, ഇങ്ങനെ വരുന്നൊരു ഹൂപ്സാണ്. ഇത് വർഷങ്ങൾ പഴക്കമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായ എന്താ പറയുക കളർ വ്യത്യാസമൊക്കെ അതിന് വന്നിട്ടുണ്ട്, പക്ഷെ നല്ല രസമാട്ടോ എപ്പോഴും കാണാൻ. ഇതാണ് അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും എനിക്ക് പ്രൈസും ലിങ്കും ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ കയ്യിൽ ലിങ്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഈ വാങ്ങിച്ചതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സെറ്റിലൊന്നാട്ടോ ഇത്. കണ്ട് ഇത് 9 ഇയറിങ്സിൻ്റെ ഒരു സെറ്റാണ്. ഇതിന് 250 റുപ്പീസോ 230 റുപ്പീസോ എന്തോ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത് 9 ഇയറിങ്സ് ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാട്ടോ. ഇത് നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ ഓരോന്നിട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ, കാരണം ഓരോന്ന് ഊരി ഇട്ടിട്ട് കാണിക്കുന്നത് ഭയങ്കര മെനക്കേടല്ലേ. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തിട്ട് സൈഡിൽ ഞാൻ ഈ വർത്താനം പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കണ്ടു പോകുമ്പോൾ രസമല്ലേ. ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ഒരാൾ നോക്കുമ്പോൾ ഇതെല്ലാം ഒന്നല്ലേ എന്ന് തോന്നും, പക്ഷെ എല്ലാം ഒന്നല്ല, എല്ലാം വേറെ വേറെയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് 3 സ്റ്റഡാണ് വരുന്നത്, ബാക്കി 6 റിങ്സ് ആട്ടോ വരുന്നത്. 6 റിങ്സ് പല ടൈപ്പിലുള്ള റിങ്സ് ആട്ടോ വരുന്നത്. 3 സ്റ്റഡ് എന്ന് പറഞ്ഞാലും നല്ല ഭംഗിയുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളത്, ഒരു വട്ടത്തിലിരിക്കുന്നത്, ഒരു പേൾസ് വെച്ചത്, ഇത്രയാണുള്ളത്. അടിപൊളിയായിട്ടുള്ള
ഒത്തിരി നമുക്ക് എന്താ പറയുക ഉടുപ്പുകളുടെ കൂടെ ആണെങ്കിലും, അതായത് വെസ്റ്റേൺ ഡ്രസ്സസിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പീസസ് ആട്ടോ. കാരണം ആ കമ്മൽ മാത്രം ഇട്ടാൽ മതി, ആൾക്കാർ എന്തായാലും ചോദിക്കുക എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.